അപായ ചിഹ്നവത് അങ്ങോട്ടാണോ? എന്റെ അപ്പൂപ്പന് ഒരു രണ്ടാം ഘട്ടം ആലോചിക്കാൻ വേണ്ടിട്ട്. സമാധാനായി. അപ്പൂപ്പനെ വിളി കേട്ടേൻ ഒരു ദിവസം തുടങ്ങി. ഇനി ഞാൻ പൊളിക്കും. അല്ല നിങ്ങൾ ആരാ? ഞാൻ ഓമനക്കുട്ടൻ. നിങ്ങളാണോ ഓമനക്കുട്ടൻ? പിന്നെ നീ എന്നെ വിചാരിച്ച ഞാൻ ഷട്ടിൽ കോർക്കാന്നോ? ഞാൻ ഇതുപോലൊരു സാധനം കണ്ടിട്ടുണ്ട്. എവിടെ? മുളയ്ക്കാൻ നിൽക്കുന്ന തേങ്ങനകത്ത് പൊങ്ങ്. അതോട് ഒരുപാട് പൊങ്ങല്ലേ? അതല്ല, നിങ്ങളല്ലോ ഇന്നലെ ലാബിന്റെ അവിടെ കിടന്ന് ഒച്ചമ്പോളം ഉണ്ടാക്കിയത്. ആ ഞാനാ. ആ എന്തിനായിരുന്നു? എന്റെ പൊന്നെടുക്ക ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ എന്റെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താ. അതിന്റെ റിസൾട്ട് വന്നപ്പോ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ. റിസൾട്ട് വന്നതിന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? റിസൾട്ട് വന്നപ്പോ ഞാൻ ഗർഭിണി. എനിക്കാണെങ്കിൽ നാണം വന്നിട്ട് ദേഷ്യം വന്നിട്ട് അവന്റെ കാലാല അടിച്ചാലോ പൊടിച്ച കേട്ടാ. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ഇളകല്ലേ കേട്ടോ. ഗർഭിണികൾ ഇളങ്ങിക്കൂടാ. ഞാൻ ഗർഭിണി അല്ല. ശാസ്ത്രം പറഞ്ഞല്ലോ നിങ്ങൾ ഗർഭിണിയാന്ന്. പറഞ്ഞാൽ ഞാൻ ഗർഭിണിയാവോ? എടാ അത് ടെക്നിക്കൽ ഇഷ്യൂ. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഇല്ല. തലയിലെങ്ങാനോ ഗർഭം മോളെ. എടാ അതെന്നെ സംഭവം അറിയാവോ? എടാ ഈ 1-ാം തീയതി സാധനം കിട്ടാനില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് കവലക്കായിട്ട് ഇറങ്ങിയപ്പോ അവിടെ മറ്റേ ഡ്രഗ് ഫ്രീ ക്യാമ്പയിൻ. ഞാൻ വിചാരിച്ച ഡ്രഗും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. ആ ചേച്ചിയുടെ അടുത്ത് ഒരു ടെണ്ണമ്മല എനിക്ക് തരാമെന്ന് ചോദിച്ചു. അത് മാത്രം ഓർമ്മയുള്ള ആ തള്ള മൈക്ക് സ്റ്റാൻഡ് എടുത്തൊരു ഒറ്റ താങ്ങ്. പിന്നെ ഞാൻ വേണ്ടത് പറക്കണ നക്ഷത്രം ഈ കറങ്ങണ ഫാനും. അപ്പൊ കുന്തളിച്ച് ആശുപത്രി വന്നതാ അങ്ങനെ ഞാൻ പറയാം. അല്ല ഈ മുഖത്ത് കാണുന്ന പാടും അങ്ങനെ വന്നതാണോ? അതല്ല അത് അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കാൻ പോയപ്പോ കിട്ടിയതാ. ചിതാഭസ്മം ഒഴിക്കാൻ പാട് വരുമോ? അത് ഞാൻ കൊണ്ടുപോയി ഗോവയില ഒഴുക്കിയത്. അതിന് ഇവിടെ ഒഴുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ ഗോവയിൽ ചെന്ന് ഒഴുക്കിയത്? അച്ഛന്റെ സ്വഭാവം അനുസരിച്ച് മോക്ഷം കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഗോവ അല്ലെങ്കിൽ പട്ടായ. എന്നിട്ട് ചെന്ന് ഒഴുക്കിയോ? എങ്ങനെ ഒഴുക്കില്ലെന്ന്? അതിനാ എടാ ഇത് കൊണ്ടുപോയി കടലിൽ കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല മതാമാർക്ക് മാനമര്യാദയ്ക്ക് കുളിക്കാൻ പറ്റുമോ? അത് കാരണം ഞാൻ ഈ ചിതാഭസ്മം പറത്തിയൊക്കെ വിട്ടു. എന്തിനാ പറത്തി വിട്ടത്? അങ്ങനെയാണെങ്കിൽ പറന്നു നടന്ന് എല്ലാ സീനും പിടിച്ച് സമാധി ആയിക്കോളും ആണല്ലേ. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് ഒരു സായിപ്പ് മതാമയങ്ങളും കൂടി കൊടയുടെ അടിയിരിക്കുക, നല്ല മഴയും. ഓടി ഞാൻ അതിനകത്തൊക്കെ ഒറ്റ കയറ്റം. എന്നിട്ടോ കടൽ ഞണ്ട് ഇറക്കാൻ വന്നാന്നും പറഞ്ഞിട്ട് എന്നെ പിടിച്ചോ ഒറ്റയേറെ 2 കിലോമീറ്റർ അപ്പുറത്ത്. 2 കിലോമീറ്റർ അപ്പുറത്തോ? എന്നാ നിങ്ങൾ കടൽ ഞണ്ടിന്റെ ഫിഗർ മാത്രല്ല, നിങ്ങൾ കടൽ ഞണ്ടിന്റെ വർക്കും ചെയ്ത് കാണും. എത്ര തവണ മദാമേനെ ഇറക്കി? ഒരു പ്രാവശ്യം ഇറങ്ങി 2 കിലോമീറ്റർ അപ്പുറം പോയി വീഴോടോ? 2 പ്രാവശ്യം. 2 പ്രാവശ്യം ഒന്നും അല്ല, അങ്ങോട്ടും എങ്ങോട്ടും ഇല്ല, ഒരു 5 പ്രാവശ്യം ഇറക്കി. 5 പ്രാവശ്യം? ഇനി ഇറക്കുമല്ല വേണ്ടത്, പിന്നെ ഒഴുക്കി കളയോ വേണ്ടത്? പിന്നെ നിനക്ക് എന്നെ പറ്റിയാടാ? എന്റെ പൊന്നി ചേട്ടാ ഒന്നും പറയണ്ട. ഞാൻ ഈ തലയിൽ മുഴയൊക്കെ വെച്ച് ചോദിച്ചാലടാ എന്തെങ്കിലും പറ. അതാണോടോ ഞാൻ പറഞ്ഞത്? ഒന്നും പറയണ്ടെന്നുള്ള കഥയുടെ തുടക്കം. കഷ്ടം പറയടാ. അതല്ലടാ പറഞ്ഞില്ലേ ഒന്നും പറയണ്ട. നീ എന്നെ ഈ ഒന്നും പറയണ്ട. പറയാതെ എനിക്ക് കഥ പറയാൻ പറ്റത്തില്ല. എന്നാ നീ പറ. എന്റെ പൊന്നി ചേട്ടാ നീ പറഞ്ഞ ഞാൻ നിന്നെ ഇടിക്കും. എന്റെ ചേട്ടാ എനിക്കൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ ആത്മാർത്ഥമായ സ്നേഹം അവള് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ വിരൽ മുഴിച്ച് ആ രക്തം കൊണ്ട് ഞാൻ അവർക്ക് ലവ് ലെറ്റർ എഴുതി കൊടുത്ത് അതിന് നാട്ടുകാർ പൊട്ടിയെ തല്ലട പോലെ തല്ലി ചേട്ടാ. എടാ നീ രക്തം കൊണ്ട് ലെറ്റർ ചെയ്തതിന് നാട്ടുകാർക്ക് തന്നെ കുഴപ്പം? അവക്ക് രക്തം കണ്ടാ തലകറങ്ങുന്നു. അവൾ ഈ ലെറ്റർ വായിച്ചും തലകറങ്ങി നേരെ റോട്ടിലേക്ക് ലെറ്റർ കൊടുത്ത് കൊല്ലാൻ നോക്കുന്നോളാ പട്ടി എന്ന് പറയാ ചേട്ടാ എന്നെ അവര് പിടിച്ചിടിച്ചത്. അല്ല നിന്നെ നോക്കാൻ ആരുമില്ലേ? എന്നെ നോക്കാൻ നിങ്ങളില്ലേ? അതല്ലെന്ന് ആശുപത്രി കിടക്കുമ്പോ കൂടെ ഒരു ബെസ്റ്റ് ആക്ടർ വേണ്ടേ? ഡോക്ടറോ? എന്നതിന് കൂടെ ഒരാൾ നിൽക്കൂലേ? എന്റെ വർണ്ണപ്പ കിട്ടേ, അത് ബെസ്റ്റ് ആക്ടർ അല്ല, ബൈസ്റ്റാൻഡർ. എന്നെ ബെസ്റ്റ് സ്റ്റാൻഡിങ്ങിലാവട്ടെ. ആ പുള്ളി ഇല്ലേ? ആ പുള്ളി ഇല്ല. ആ പുള്ളി ചെവി കേൾക്കാത്തൊരു അപ്പൂപ്പനായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ട്. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഈ മറ്റേ ഫ്ലാസ്കിനകത്ത് ഇച്ചിരി ചായ മേടിച്ചോണ്ട് വരാം. പുള്ളി ഫ്ലെക്സയിൽ ഒരു ചായയുടെ പടം കൊണ്ട് രാവിലെ കയറി വന്നേക്കും. പിന്നെ ഞാൻ പുള്ളിനെ ഇവിടെ നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? ആ പുള്ളിനെ കൊല്ലാൻ പാടില്ലായിരുന്നു. ഞാൻ ആദ്യം അത് ആലോചിച്ചതാ. പിന്നെ ഞാൻ ഓർത്ത് അണയാൻ പോണ തീ ഞാനായിട്ട് എന്തിനാ ഊതിക്കെടുത്തത്? അതുകൊണ്ട് ഞാൻ പുള്ളി കണ്ടോ കേട്ടാ, ഞാനിവിടെ മൂത്രത്തിപ്പഴുപ്പായിട്ട് വന്നപ്പോഴും എനിക്ക് കിട്ടിയത് പാരസെറ്റാമോൾ, പനിയായിട്ട് വന്നപ്പോഴും എനിക്ക് തന്നത് പാരസെറ്റാമോൾ, ആണ്ട് ഇടി കിട്ടി വന്നപ്പോഴും പാരസെറ്റാമോൾ. അതെന്നെ സംഭവം അറിയാമോ? എന്നാ എടാ നമ്മുടെ ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൂടുതലാ. അതാണ് പാരസെറ്റാമോള്. ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ പാരസെറ്റാമോൾ തന്നുണ്ടോ? എന്താണ് പറഞ്ഞ ലേഡീസ് ഫസ്റ്റ് ആണല്ലേ? അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ കാണിക്കാൻ പോവാ. അയ്യോ ചോദിക്കാൻ മറന്നു. ആണോ? ആപ്പിള് വേണമായിരുന്നോ? കിട്ടിയ കൊള്ളായിരുന്നു. എന്നാ ആശുപത്രിയുടെ പുറകിലത്തെ അവിടെ ഉണ്ട്, പോയി എന്റെ നാക്കിട്ട് നോക്കിയിരിക്കാണ്ട്. എന്നാ പട്ടി നല്ല ഏലക്കായിട്ട ചായ ഡോറിന് എടുക്കട്ടെ. എനിക്കെങ്ങും വേണ്ട. എടാ വേണമെന്ന് പറയടാ. എന്തിനാ? നീ അടിച്ച അക്കൗണ്ട് തിരിച്ചടിച്ചില്ലെങ്കിൽ ഞാൻ നാണം കെട്ടു പോകും. എന്നാടാ? എന്നാലും അവൾ എന്റെ സ്നേഹം മനസ്സിലാക്കേണ്ട പോലെ ചേട്ടാ. ആര്? ആ മറ്റേ ചോര കൊണ്ട് ലെറ്റർ കൊടുത്ത പെണ്ണില്ലേ അവള് പോലെ പോട്ടാ. നിനക്ക് ഒരു ലൈൻ അടിക്കാവളോ? ഇഷ്ടം പോലെ ലൈൻ വേണം. എനിക്ക് 5-6 ലൈൻ വേറെ ഉണ്ട്. 6 ലൈനോ? എന്റെ ഞങ്ങളുടെ പഞ്ചായത്തിലെ KSEBക്ക് ഇല്ല എത്ര ലൈൻ. എന്നാ
ചേട്ടാ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001900156. ഇത് ചേട്ടൻ എന്താണ്? അത് ഫോൺ. ഇതെനിക്ക് ആയുധമാണ്. ഇത് വെച്ചാണ് ഞാൻ ഓരോത്തിനെയും വളച്ചുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിലുള്ള മായ എന്ന് പറഞ്ഞ ഒരു നേഴ്സുണ്ട്. അവൾ അങ്ങ് UK പോകാൻ നിൽക്കുക. അവളോട് ഞാൻ പറഞ്ഞേക്കണം എന്താണെന്നറിയാമോ? അമേരിക്കയിലെ പൈലറ്റാന്ന്. അവള് UK പോണ കൂടെ എന്നെയും കൊണ്ടുപോകും. അയ്യോ, അവള് 1 മണിയാകുമ്പോ വിളിക്കും. പറഞ്ഞു നാക്കടത്തില്ല, ദേണ്ട വിളിച്ച്. അതെന്തിനാ ലൗഡ് സ്പീക്കറിൽ ഇട്ടത്? ചുമ്മാ ഒരു ഹരായിക്കോട്ടെ. ഹരായിക്കോട്ടെ. ഹലോ, ഈ ചായ എന്നെ എടുക്കുവാ? ചൈനോ? ചൈന ഇവിടെ ചുമ്മാ ഇരിക്കുവോ വാവേ? ഇപ്പൊ വാവേ ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുകയെന്ന് അറിയാമോ? അമേരിക്കയിലെ യൂക്കാലിസ് മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുക. ആണോ പൊന്നാ? പൊന്നെ, എന്തോ എന്നെ എത്ര നാളായി ഒന്ന് കൊഞ്ചിച്ചിട്ട് ഒന്ന് കൊഞ്ചിക്കിച്ചായ. ഇച്ചൈന്റെ വാവ ആരാ? ഞാനാ. ഇച്ചൈന്റെ ചുണ്ണു ആരാ? ഞാനാ. ചുക്കുടു ആരാ? ഞാനാ. കുമ്പുരു പുത്തിരി ആരാ? ചെറുകുരു പുത്തിരി ആരാ? ചുരുവൽ പുറ്റിരി ആരാ? ഞാനാ. ഒരു മിനിറ്റ്, എന്നാ എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ, വാവ കളിക്കാൻ വന്നേക്കുന്നു. പറയടി വിടുന്നു. എന്തോ ഇച്ചായ, നമ്മുടെ കല്യാണം കഴിയുമ്പോഴേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ നമ്മുടെ പേര് ചേർത്ത് ആ കുഞ്ഞിന് പേരിടണം. എങ്ങനെയാണ് വാവ ഉദ്ദേശിക്കുന്നത്? അതെ, ഇച്ചായന്റെ പേരെന്തുവാ? അഖിൽ. എന്റെ പേരെന്തുവാ? മായ. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ പേരെന്താ? എന്നതാ? സിറിഞ്ചുമോറ അമയ. ഇച്ചായ, എന്നാ പതിവ് തെറ്റിക്കാതെ താ. ചേട്ടൻ നിൽക്കുമ്പോ ഞാനിങ്ങനെ ഉമ്മ കൊടുക്കണത്. അത് കറക്റ്റാ. ഇത്രയും പബ്ലിക്കിന്റെ ഇടയിൽ നമ്മള് സദാചാര ബോധം വേണം. ഇന്ന് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത മോളെ. അതെ, ഞരമ്പേ, തന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. എങ്ങനെ മനസ്സിലായി? ഫോണിന്റെ ഡിസ്പ്ലേ അടക്കം പൊട്ടിപ്പോയത്. അയ്യേ, എനിക്ക് ഇത് വേണ്ട. എനിക്ക് ആദ്യം തന്നോലത്തെ ഉമ്മ മതി. ആമതില്ലാത്തൊരു ഉമ്മ. ഇച്ചായന്റെ ഉമ്മ പിടിച്ചേ. പിന്നെ വാവ എനിക്ക് ഉമ്മ തന്നില്ല. അയ്യോ, എനിക്ക് ഇപ്പൊ തരാൻ പറ്റത്തില്ല. ഞാനേ വാർഡിലേക്ക് പോവാ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. പാടിയിട്ട് പോവാൻ വാവ ആരാ? മെമ്പറാ. പറയല്ലേ വാവയ്ക്കും. അമ്മച്ചി, എന്തിനാടാ കൊച്ചി നിന്നെ തല്ലിയത്? പൈലറ്റ് വന്ന് ഗവൺമെന്റ് ആശുപത്രി പിന്നെ അവൾ ഉമ്മ വയ്ക്കും. അത് ഞാൻ പറഞ്ഞു വന്ന മായ. എടാ ചതിയാ, വഞ്ചയാ, കാപാലിക. നീ ഒന്നും പറയണ്ടടാ, നീ കള്ളനാ, നീ ചതിയനാ, നീ പറഞ്ഞതാ. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ്ട് ആ സിറിഞ്ചെടുത്ത കണ്ണിലേക്ക് ഒരു കുത്ത ജീവിതം വെച്ച് കളിക്കരുത്. മാവ അങ്ങനെയല്ല പറയും. മാവനെ ഞാൻ തന്നെ കല്യാണം കഴിക്കുമ്പോ പറ്റത്തില്ല. ഇനി എന്നെ ദേവിയായിട്ട് കാണുന്ന ഒരാളിന്റെ മുന്നിൽ മാത്രമേ ഞാൻ എന്റെ കഴുത്ത് നീട്ടുന്നുള്ള പച്ചക. അയ്യോ, പാവങ്ങളുടെ മോഹൻലാൽ കുറച്ചു നേരം ബക്കറ്റി കിടക്കാം. അങ്ങനെയല്ല മാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കൊല്ലം നോക്കുവാണോ നീ? ബക്കറ്റ് എടുത്ത് തന്നോട്ട് നിന്റെ പ്രശ്നം മാറും. അമ്മച്ചിയെ ഇവിടെ ആശുപത്രി. അയ്യോ ബാബ, ഞാൻ പറയണ്ടേക്ക് ഞാൻ മാമനെ തന്നെ കല്യാണം കഴിക്കുമോ? കൊച്ചട പോയിട്ട് അതിലകം കളി തുടങ്ങിയല്ലോ അങ്ങേരുടെ. ഒരു പ്രശ്നമില്ല കേട്ടോ, എല്ലാം ഓക്കെ ആക്കി തരാം.
കൊച്ചേ നല്ല ഉറക്കച്ചോട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. ഇയാൾ ആരാണ്? പിന്നെ ചുമ്മാ കൊച്ചിനെ ഇന്ന് രണ്ടാമത്തെ ലൈനാ പൊട്ടിപ്പോണത്. എന്നാ ചെയ്യുന്നു ഞാൻ ആലോചിക്കുന്നു. കിട്ടി. അയ്യോ എന്നാ ഇവിടെ? എന്നാ കൊതു കുത്തിയതാ. എന്റെ ദൈവമേ, ഒരാഴ്ചയായിട്ട് ഈ ആശുപത്രിയിൽ മലക്കിടപ്പ് കിടക്കുന്ന ആളാ ഞാൻ. എന്നെ ഒരു കൊതുക് ഇങ്ങനെ സൂപ്പിച്ച് കടിച്ചിട്ടില്ലേ. ഞാനിവിടെ കിടക്കണോണ്ടല്ലേ? എന്നാടി ഇതാണെങ്കിൽ ചുറ്റിയും പോയി. ഈ കൊന്തയെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. എന്തിനാ? അവന്റെ തന്ത കൊതുകിന്റെ വേഷത്തിൽ ഗോവയെന്ന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കൊതുക് കടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ആ കടിച്ചിട്ട് കൊല്ലരുത്. എന്നതിന്? എന്നിട്ടൊരു കുപ്പിയിലിട്ട് അടച്ചെനിക്ക് താ. ഉപ്പിലിട്ട് ഇങ്ങനെ വന്നു പോകും. എന്നാ? എന്നാ? അതൊന്ന് സെറ്റ് ചെയ്ത്. ഏത് കൊതുകിന്റെ കേസോ? കൊതുകിന്റെ കേസാ. പിന്നെ? അവിടെ ആ മോൻ പേടിക്കണ്ട. ഓക്കെ, ആപ്പിള് തരാം. ആപ്പിളൊന്നും വേണ്ട. ഒരു പ്രശ്നമില്ല. അവൻ പറഞ്ഞെന്നാ അറിയാമോ? നീ മാത്രല്ല, അവന് 18 ലൈൻ വേറെ ഉണ്ട്. നിന്നെ വെറുതെ തേച്ചുകൊണ്ടിരിക്കാന്ന്. വെറുതെ അവന്റെ പിന്നാലെ കിടന്ന് നടക്കട്ടോ. സത്യം ആണോ? ആണ് ആണ്. പറയുന്നൊക്കെ ഉള്ളതാണ്. ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ ചേട്ടാ? എന്നെ ഹെൽപ്പ് വേണ്ട. പറ. അല്ല അവിടെ നിന്നാ മതി. അതെ ചേട്ടാ ഒന്ന് പറയേട്ടാ, എനിക്ക് ഇച്ഛനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സ്നേഹത്തിന് ഒരു കുറവില്ലെന്നൊന്ന് പറ. ഒന്നും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മള് നടക്കട. അവള് പറഞ്ഞെന്നാ അറിയാമോ? എന്നെ വെറുതെ തേക്കണതാ അവള്. 24 ലൈൻ അവൾക്ക് വേറെ ഉണ്ടെന്ന്. നീ ചുമ്മാ വെറുതെ നടക്കാന്നുള്ള കാര്യമുള്ളൂ. നീ ഈ കേസ് വിട്ടേക്ക്. ആധുനിക ഹംസം അവളവിടെ നിന്ന് പറയണ ഞാൻ കേട്ടായിരുന്നു. താൻ എന്തിനോടെ ഞങ്ങള് രണ്ടും 2 പാത്രത്തിലാക്കാൻ പറ്റും? എന്റെ മായിക്ക് ഞാൻ പറയാൻ മനസ്സിലാകും. ഞാൻ പറയാൻ മനസ്സിലാക്കി ശരിയാ. എനിക്ക് 5-6 ലൈൻ വേറെ ഉണ്ട്. ഞാൻ കുറെ പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നെ പ്രേമിച്ചത് ആത്മാർത്ഥമായിട്ട് മാത്രം. നമുക്ക് UK പോയി സെറ്റിൽഡ് ആയി നമുക്ക് കല്യാണം കഴിക്കാൻ മായ. വേണ്ട, പെണ്ണുങ്ങൾ ഇങ്ങനെ ചതിച്ചോണ്ടിരിക്കുന്നത് നിന്നെ എനിക്ക് വേണ്ടടാ. കൊണ്ടുപോയേക്കാ എന്റെ ജീവിതം നായ നക്കി. നിന്റെ ജീവിതം നക്കിയത് നായല്ലടാ, ഈ നിക്കണ മായ.